السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. 36-ാം അധ്യായം സൂറത്തുൽ യാസീനിലെ 59 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. കഴിഞ്ഞ ആഴ്ച മുഴുത്ത ആയത്തുകളിൽ സ്വർഗാവകാശം കുറിച്ചാണ് പറയുന്നത്. എന്ന ആയത്ത് മുതൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നിവരെയുള്ള വചനങ്ങൾ സ്വർഗാവകാശികളെ കുറിച്ചാണ് പറഞ്ഞത്. അവരന്ന് ഓരോരെ സുഖിലായിക്കൊണ്ട് സന്തോഷഭരിതരായിരിക്കും. അവരുമായി ഇണകളും നല്ല തണലുകളിൽ കസേരകളിൽ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർക്ക് അവിടെ പഴവർഗ്ഗങ്ങളും അവരാവശ്യപ്പെടുന്ന എല്ലാം അവർക്ക് അവിടെ ഉണ്ട്. പടച്ച റബ്ബിൽ നിന്ന് വാക്കാനുള്ള സലാമും അവർക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞു. അതേസമയം അവിശ്വാസികളായ ആളുകൾ, അവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ പരാമർശിക്കുന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസു, നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ, മാറി നിൽക്കുവീൻ, അൽ യൗം, ഇന്നേ ദിവസം, അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് വേറിട്ട് നിൽക്കുവീൻ എന്നവരോട് പറയപ്പെടും എന്നർത്ഥം. അന്ന് മഹ്ശറിൽ തന്നെ വിശ്വാസികൾ വേറെയും അവിശ്വാസികൾ വേറെയുമായി മാറ്റി നിർത്തപ്പെടും എന്നാണ് ഖുർആൻ പല സ്ഥലത്തും സൂചിപ്പിച്ചു പോയ കാര്യമാണ്. അതാണ് ഇവിടെയും പറഞ്ഞ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ വേറിട്ട് നിൽക്കുവിൻ. ഇംതാസ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും വേറിട്ട് മാറി നിൽക്കുന്നതിനാണ് ഇംതാസ എന്ന് പറയുക. തമയ്യസ, ഇംതാസ എന്നൊക്കെ ഏതാണ്ട് ഒരേ പദത്തിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ്. കൂട്ടത്തിൽ കൂടാതെ എന്ന് മാറി നിൽക്കുക, ഒറ്റപ്പെട്ട് മാറി വേറെ ടീമായി നിൽക്കുക, അതിനൊക്കെയാണ് സാധാരണ ഇംതാസ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അതാണ് ഇവർ മുഅ്മിനീങ്ങളിൽ നിന്ന് മാറുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അർത്ഥം കാണാം, യതമയ്യസൂന അൽ മുഅ്മിനീൻ ഫീ മൗഖിഫിഹിം,
ആ മഹ്ശറിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ മുഅ്മിനീങ്ങളിൽ അവർ വേറിട്ട് വേറെ നിൽക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ വേറെ, അല്ലാത്തവർ വേറെ എന്നിങ്ങനെ അവിടെ മാറ്റി നിർത്തപ്പെടും. വിശുദ്ധ ഖുർആനിൽ യൂനുസിൽ അല്ലാഹു പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം മഹ്ശറിൽ അന്ന് നാം ശിർക്ക് ചെയ്ത മനുഷ്യന്മാരോട് പറയും, ثم نقول للذين أشركوا, ശിർക്ക് ചെയ്തവരോട് നാം പറയും, മകാനക്കും അൻതും വശുറകാഅക്കും, മകാനക്കും അൻതും വശുറകാഅക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കുകാരും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുക. അങ്ങനെ അവരെ വേറെ തന്നെ മാറ്റി നിർത്തുമെന്നാണ്. അപ്പൊ ശിർക്ക് ചെയ്തവർ അവർ ആരോടാണോ പ്രാർത്ഥിച്ചത്, ആരെയാണോ ആരാധിച്ചത്, ആ ആരാധ്യരെയും ഈ ആരാധിച്ചവരെയും അവരെ വേറെ തന്നെ അല്ലാഹുവോടെ മാറ്റി നിർത്തുമെന്ന് സൂറത്ത് യൂനുസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ റൂമിൽ ഖിയാമത്ത് സംഭവിക്കുന്ന അന്ന് അന്നവർ വേർപിരിയുന്നതാണ് എന്നും റൂമിൽ തന്നെ അവരന്ന് രണ്ട് ഭാഗമാക്കി അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗമാക്കി നാം അവരെ വേർതിരിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. സോഫാത്തിൽ കാണാം, ചെയ്ത ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ, അവരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുവീൻ, അവരോട് കിടപിടിക്കുന്നവരെയും ശിർക്ക് ചെയ്തവരെയും സമാനമായവരെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുവീൻ, അല്ലാഹുവിന് പുറമെ അവിടെ ഏതിനെയെല്ലാം ആരാധിച്ചുവോ അതിനെയും നിങ്ങൾ അവരോടൊപ്പം ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുവീൻ. എന്നിട്ട് അവരെ നരകത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ അവരെ വഴി കാണിക്കുകയും എന്ന് പറയപ്പെടുമെന്നും കാണാം. അപ്പൊ എന്തായാലും അന്ന് കുറ്റവാളികളായ അവിശ്വാസികളായ ആളുകൾ അവരെ മുഅ്മിനീങ്ങളിൽ നിന്ന് വേറിട്ട് വേറെ തന്നെയാണ് അവരെ ഒരുമിച്ച് കൂട്ടുക. മഹ്ശറിൽ തന്നെ അവർ വേറെയാണ്. അതാണ് മുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുവീൻ. ഇംതാസു തമയ്യസു എന്നർത്ഥം, നിങ്ങൾ മാറി നിൽക്കുവീൻ. മാസ എന്നാണ് അതിന്റെ അസ്ലു വരിക, മാസ, അതിനാണ് ഇംതാസ എന്ന പദം ഉണ്ടായത്. മാസ മിസ്തുഹു എന്ന് പറയും. മിസ്തുഹു വാഴയാണ്ട് വേറെ മാറ്റി നിർത്തി എന്ന അർത്ഥത്തിൽ മിസ്തുഹു എന്ന് സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ആ പദത്തിൽ നിന്നാണ് ഇംതാസ അല്ലെങ്കിൽ ഇൻമാസ തമയ്യസ എന്നൊക്കെയുള്ള പദം ഉണ്ടാകുന്നത്. താബിഈ ഇമാം ദഹ്ഹാക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഉസിലു അൻ കുല്ലി ഖൈരിൻ, എല്ലാ ഇമാം ഖത്താദ പറഞ്ഞു എല്ലാ ഖൈറിനും അവര് മാറ്റി നിർത്തപ്പെടും. ഇമാം ദഹ്ഹാക് പറയുന്നു, യംതാസുൽ മുജ്രിമൂന ബഅദുഹും മിൻ ബഅദിൻ, കുറ്റവാളികൾ തന്നെ വെവ്വേറെയായിട്ട് മാറ്റി നിർത്തപ്പെടും. അഥവാ ഫയംതാസുൽ യഹൂദു ഫിർഖതൻ വന്നസാറാ ഫിർഖതൻ വൽമജൂസ് ഫിർഖതൻ വസ്സാബിഊന ഫിർഖതൻ വഅബദത്തുൽ ഔസാനി ഫിർഖതൻ. എല്ലാ തരം ആളുകൾ, യഹൂദികൾ വേറെ, നസ്വാറാക്കൾ വേറെ, മജൂസികൾ വേറെ, വിഗ്രഹാരാധകർ വേറെ, ഇങ്ങനെ പ്രത്യേകമായി തന്നെയാണ് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് താബിഈയായ ഇമാം ദഹ്ഹാക് റഹിമഹുല്ലാഹ് പറയുന്നത് കാണുന്നു. വല്ലാഹു അഅലം. ഏതായാലും വംതാസുൽ യൗം, ഇന്ന് നിങ്ങൾ മാറി നിൽക്കുവീൻ, വേറിട്ട് നിൽക്കുവീൻ, അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ എന്നവിടെ പറയപ്പെടും. മാത്രവുമല്ല, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ശൈത്താൻ, അലം അഅ്ഹദ്, ഞാൻ ഉപദേശം നൽകിയില്ലേ, നിങ്ങളോട് കരാർ ചെയ്തില്ലേ. അലം അഅ്ഹദ്, അഹദ അഹിദ യഅ്ഹദു, അഹിദ യഅ്ഹദു എന്ന് പറഞ്ഞാൽ ഔസ യൂസി, വസിയത്ത് ചെയ്തു എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങൾക്ക് വസിയത്തായി പ്രത്യേക ഉപദേശമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. യാ ബനി ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, അല്ലാ തഅബ്ദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഉപദേശം നൽകിയതല്ലേ. പിന്നെ എന്തു പറ്റി നിങ്ങൾക്ക്? അലം അഅ്ഹദൈക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ശൈത്താൻ ഐ ലാ തതീഉഹു ഫീ മഅസിയതി, ശൈത്താനെ അനുസരിക്കരുത്, അവനെ ആരാധിക്കരുത് എന്നൊക്കെ നിങ്ങളോട് ഞാൻ പ്രത്യേകമായി ഉപദേശം നൽകിയതല്ലേ. എന്നിട്ടും എന്താണ് നിങ്ങളിപ്പോ ഇങ്ങനെ ആയത് എന്നവിടെ അല്ലാഹു തആല ചോദിക്കുകയും ചെയ്യുന്നു.
ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വുൻ മുബീൻ വ്യക്തമായ ശത്രുവാണ് എന്നും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. പിശാചിനെ ശ്രദ്ധിക്കണമെന്നും അവൻ വലിയ ശത്രുവാണ് എന്നും അവൻ നിങ്ങളെ പഴപ്പിക്കുമെന്നും അവൻ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ. എന്നിട്ടും എന്താണ് നിങ്ങളിപ്പോ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിയത് എന്ന് ആ അവിശ്വാസികൾ അല്ലാഹു തആല ചോദിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നും ഞാൻ വസിയത്തായി പറഞ്ഞതല്ലേ. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ. പിശാചിനെ ആരാധിക്കാൻ പാടില്ല എന്നും അവൻ ശത്രുവാണ് എന്നും എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ. ഉഅ്ബുദൂനി എന്ന് അവിടെ വരും. എന്നെ മാത്രം അതിന് കിട്ടും. ഹാദാ സിറാത്തുൻ മുസ്തഖീം. ഹാദാ ഇതാകുന്നു സിറാത്തുൻ മുസ്തഖീം നേരായ മാർഗം ഇതാകുന്നു. ഇതൊക്കെ ദുനിയാവിൽ ഞാൻ അറിയിച്ചതല്ലേ. ഇപ്പൊ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ കുറ്റവാളികൾ കൂട്ടത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നല്ലോ നിങ്ങൾക്ക്. ഞാൻ ദുനിയാവെന്ന് നിങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. എന്നെ ആരാധിക്കണം. അതേപോലെ ഇതാണ് നേരായ വഴി. പിശാച് ശത്രുവാണ്, അവന്റെ വഴി സ്വീകരിക്കാൻ പാടില്ല. ഇതൊക്കെ ദുനിയാവിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. വലഖദ് അളല്ല മിൻകും തീർച്ചയായും അളല്ല അവൻ പഴപ്പിച്ചിരിക്കുന്നു മിൻകും നിങ്ങളിൽ നിന്ന് ജിബില്ലൻ കസീറാ ധാരാളം ആളുകളെ അവൻ നിങ്ങളിൽ നിന്ന് പഴപ്പിച്ചിരിക്കുന്നു. ജിബില്ലൻ കസീറാ ധാരാളം തലമുറകളെ ധാരാളം ആളുകളെ നിങ്ങളിൽ നിന്ന് അവൻ പിഴപ്പിച്ചു. ജിബില്ല് ഉമ്മത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ജിബില്ല്. ജിബില്ലൻ കസീറ ഉമ്മമൻ കസീറ ഖൗമൻ കസീറ എന്നൊക്കെ പറയാം. ഉമ്മത്ത് ഖൗമ് എന്നൊക്കെ അർത്ഥത്തിലാണ് ജിബില്ലൻ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ജിബില്ലൻ എന്നും ജുബ്ലൻ എന്നും അതേപോലെ ജുബുലൻ എന്നുമൊക്കെ ഖിറാഅത്തുണ്ട് അവിടെ. ജുബുലൻ ജുബ്ലൻ ജിബില്ലൻ ഒക്കെ ഒരേ അർത്ഥമാണ്. ഈ മൂന്ന് രൂപത്തിലും ഖിറാഅത്ത് അവിടെ വന്നിട്ടുണ്ട്. മൊത്തം 5 ഖിറാഅത്ത് വിഷയത്തിലുള്ളതാണ്. ഇതിലെ ഈ ജിബില്ലൻ എന്ന വാക്കിന് 5 രൂപത്തിൽ ഖിറാഅത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വലഖദ് അളല്ല മിൻകും നിങ്ങളിൽ നിന്ന് അവൻ പിഴപ്പിച്ചിരിക്കുന്നു. ജിബില്ലൻ കസീറാ ധാരാളം ആളുകളെ ഒരുപാട് തലമുറകളെ അവൻ നിങ്ങളിൽ നിന്ന് പിഴപ്പിച്ചിരിക്കുന്നു. അഫലം തകൂനു തഅഖിലൂൻ. അഫലം തകൂനു തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായില്ലയോ. അഫലം തകൂൻ നിങ്ങൾ ആയില്ലേ തഅഖിലൂൻ ചിന്തിക്കുന്നവരായില്ലേ എന്നും അവരോട് ചോദിക്കപ്പെടും. ദുനിയാവിൽ ഞാൻ കൃത്യമായി വസിയത്ത് നൽകി, അമ്പിയാക്കളെ പറഞ്ഞയച്ചു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി, അതിലൊക്കെ നിങ്ങൾ ഉപദേശിച്ചു. പിശാച് നിങ്ങൾ ശത്രുവാണ്, അവരെ അനുസരിക്കാനും ആരാധിക്കാനും ഒന്നും പാടില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞു. എന്നെ മാത്രം ആരാധിക്കണം, ഇതാണ് നേരായ വഴി എന്ന് പറഞ്ഞു. ആ വഴിയിൽ നിന്ന് ധാരാളം പേര് ആ പിശാച് വഴിതെറ്റിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ടും എന്തേ നിങ്ങളാരും ചിന്തിച്ചില്ലേ, ആ വഴി തന്നെയാണോ നിങ്ങൾ പിന്നെയും പെട്ടുപോയത് എന്നൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ. ഹാദിഹി ജഹന്നം ഇതാകുന്നു നരകം. അല്ലത്തി കുൻതും തുഅദൂൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നരകമാകുന്നു ഇത് എന്ന് പറയപ്പെടും. ഹാദിഹി ജഹന്നം ഇതാകുന്നു നരകം. അല്ലത്തി കുൻതും തുഅദൂൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ നരകമാകുന്നു ഇത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഇസ്ലൗഹ നിങ്ങളതിൽ കടന്നെരിയുക. ഇസ്ലൗഹ നിങ്ങളതിൽ കടന്ന് കത്തിയെരിയുക. അൽ യൗം ഇന്ന് ബിമാ കുൻതും തക്ഫുറൂൻ നിങ്ങൾ അവിശ്വാസികളായത് കാരണം, ഈ കുഫർ ഈ നിഷേധം സ്വീകരിച്ചത് കാരണം നിങ്ങൾ ആ നരകത്തിൽ കിടന്ന് വെന്തെരിഞ്ഞുകൊള്ളുക എന്നവരോട് പറയപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ വചനങ്ങൾ മൊത്തം
ഈ ഈമാൻ സ്വീകരിക്കാത്ത, വിശ്വാസം സ്വീകരിക്കാത്ത നിഷേധികളുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. മുഅ്മിനീങ്ങൾ അവിടെ സ്വർഗാവകാശ സ്വർഗത്തിൽ സന്തോഷവതിയായി പോയി അവിടെ ശൂരും ഫാക്കിഹൂൻ എന്ന് പറഞ്ഞ അവസ്ഥയാണെങ്കിൽ അല്ലാത്തവർക്ക് ലഭിക്കാൻ പോകുന്നതാണ്. മഹ്ശറിൽ തന്നെ ഒരു വേട്ട് നിർത്തുന്നു. അവിടുന്ന് തന്നെ അല്ലാഹു തആല ഈ നിലക്കുള്ള അവരോട് ഇത്തരം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ശേഷം നരകത്തിന്റെ വഴി കാണിച്ചു കൊടുത്തതാ, ആ നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് അതിൽ കടന്നെരിഞ്ഞുകൊള്ളുക എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. വല്ലാഹു അഅലം. അറബികൾ ഉപയോഗിക്കുന്നുണ്ട്. ഖുർആനിൽ തന്നെ സൂറത്തുൽ ശുഅറയിൽ വൽ ജിബില്ലത്തുൽ അവ്വലീൻ എന്ന പ്രയോഗം കാണാം. വൽ ജിബില്ലത്തുൽ അവ്വലീൻ. ഇത് അറബികളിൽ വ്യത്യസ്തമായ കബീലകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. അറബികളിൽ ഓരോരോ കബീലക്കാർക്ക് ചില ജിബില് അറിയും, ചില ജുബില് അറിയും, ചില ജിബില് അറിയും. ഇങ്ങനെ അവരുടെ ഭാഷാ പ്രയോഗത്തിൽ വന്ന വ്യത്യാസങ്ങളാണ് വ്യത്യസ്ത ഖിറാഅത്ത് അല്ലാഹു തആല അംഗീകരിച്ചു കൊടുത്തതാണ്. നമ്മൾ മലയാളം എല്ലാ ഭാഗത്ത് പോലെ വലിയ മലയാളം അല്ലല്ലോ. എന്ന പോലെ അറബികൾ ചില കബീലകൾ, ചില ഏരിയകളുടെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രത്യേകമായ ശൈലികൾ ഉണ്ടാവും. ആ ശൈലികളെ അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് ഉപയോഗിച്ചതാണ്. ജിബില്ലത്ത് എന്നാണ് ഏകവചനം വരിക. അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിച്ചത് വൽ ജിബില്ലത്തുൽ അവ്വലീൻ. അപ്പോൾ ജിബില്ലത്തുൻ ജംആണ്, ജിബില്ല് എന്നാണ്. ജബല എന്ന വാക്ക് നിർദ്ദേശിക്കുന്നതാണ്. ജബല ഖലഖ എന്ന അർത്ഥമാണ്. ജബല സൃഷ്ടിച്ചു. ഫതറ എന്ന അർത്ഥത്തിലാണ് ജബല എന്ന പദം. അതിനാൽ ജിബില്ലത്ത് ഖൽഖുൻ കസീർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ജിബില്ലൻ കസീറ എന്ന് പറഞ്ഞത്. الله أعلم. بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون سبحانك اللهم وبحمدك السلام عليكم ورحمة الله.